indeed a delight for me to stand before you in this fashion. ഈ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. One of a very famous psychologist, I think Sigmund Freud, he said that I know one thing, that I don't know anything. പ്രമുഖനായിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നറിയാം, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നുള്ളത്. This is one thing which we as a Christian believer have come to a situation where we are able to comprehend that we know very little about our God. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് മാത്രമേ അറിയാവൂ എന്നുള്ളതാണ് നമുക്ക് ചിന്തയിലേക്ക് ഈ സമയത്ത് കടന്നു വരുന്നത്. Isn't it beautiful? Isn't it wonderful to worship that great God in this limited knowledge and pouring our heart before Him? ഈ ചെറിയ അറിവ് വെച്ച് വലിയവനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ അത്ഭുതകരമായിരിക്കുന്ന കാര്യവുമാണ്. Isn't that? അല്ലയോ? Yes. അതെ. When we got married, I mean, I don't know about you all, my mentor who conducted my marriage, our wedding, he said, love your wife as Christ loved you. എൻ്റെ വിവാഹവേളയിൽ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇതറിയാമായിരിക്കും, അനുഭവം ഉണ്ടായിരിക്കാം. വിവാഹ ശുശ്രൂഷ ചെയ്ത ആൾ എന്നോട് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന്. And a couple of years later, James Uncle was challenging in one of our wedding, you should love your wife as Christ. And most of the time the church disappoints Christ, and still Christ has to love, right? And therefore you as a husband, you have to keep loving your wife in the same fashion. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ പലപ്പോഴും സഭ അതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിലും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കണമെന്നുള്ളത് കഴിഞ്ഞ നാളുകൾ മുമ്പ് പ്രസംഗത്തിലും അല്ലെങ്കിൽ നേരിട്ടുള്ളതിലും പറഞ്ഞിട്ടുണ്ട്. So it's always rejuvenating whenever you think about Christ's love in your life. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ വളരെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ്. And that excites in a way every week. ഓരോ ആഴ്ചയും നമുക്കത് ഉത്സാഹം കൊടുക്കുന്നതാണ്. Well, we all are back after the vacation. നമ്മൾ വെക്കേഷനെ കഴിഞ്ഞ് എപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത്? TP was in vacation. I was in vacation. നിങ്ങൾ ഒരുപക്ഷെ വെക്കേഷനിലായിരുന്നു കാണത്തില്ല, പക്ഷെ ഞാൻ ഒഴിവുകാലം ആഘോഷിക്കുകയായിരുന്നു. TB was also in vacation. TB സഹോദരനും ആഘോഷിച്ചു. We have a lot of resemblance because he comes from the same place of his in-laws where I come from. പ്രിയ സഹോദരൻ കടന്നു വരുന്ന അതേ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഇൻലോസ് കടന്നു വരുന്നത് കൊണ്ട് ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്. He also enjoys the panni there and I also enjoy the panni there. ഞാനും അദ്ദേഹവും ഒരേ കാര്യങ്ങളിൽ ഞങ്ങള് സന്തോഷിക്കുന്നവരാണ്. So we are back after the vacation. We are all rejuvenated after this good vacation of Onam. ഓണത്തിന്റെ ഈ വെക്കേഷൻ സമയത്ത് നമ്മള് ഒത്തിരിയധികം വിശ്രമിച്ചതുകൊണ്ടും ഒക്കെ ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഒക്കെ ഞങ്ങള് വളരെ ഉത്സാഹത്തിലും ആരോഗ്യത്തോടു കൂടിയാണ്. And of course it had been quite hectic for most of us as we have been speaking in different setups during these vacation days in camps and other meetings. ക്യാമ്പുകളിലും മറ്റ് ഇടങ്ങളിലും ായിട്ടൊക്കെ നിങ്ങളും പലപ്പോഴും നിങ്ങൾ ഈ ഒഴിവുകാലം നിങ്ങൾ ഉത്സാഹത്തോടെ ചെലവഴിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I was taking a series, thinking of a series which I need to speak in the coming days in a corporate setup. എന്റെ ഔദ്യോഗികമായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തില് സീരീസില് അല്ലെങ്കിൽ വരിയായിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. I'm speaking on failure handling to a corporate house. പരാജയത്തെ എങ്ങനെ നേരിടാം എന്നുള്ളത് എന്റെ ഓഫീസ് കാര്യങ്ങളുമായി കോർപ്പറേറ്റ് കമ്പനിയുടെ കാര്യങ്ങളോടുള്ള ബന്ധത്തില് കോർപ്പറേറ്റ് ബന്ധത്തോടുള്ള ബന്ധത്തില് എനിക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നു. So I am preparing for a series and this series which I really want to start
when I was thinking on this, I was thinking, how would that be when I would connect that with my spiritual life? ഒരു പരമ്പര പോലെ ഞാൻ ആ കാര്യങ്ങളെയൊക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ ഞാൻ സ്വഭാവകരമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുത്തിയാൽ അത് പ്രയോജനമായിരിക്കും എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. So when I was started preparing for almost for 2-3 weeks now, reading a lot of books, preparing for with lot of content and all other things, I was thinking, why this at this time of my spiritual life? ഈ കാര്യം ഇപ്പോൾ സംഭവിച്ചത് എന്തുകൊണ്ട് എനിക്കത് ആത്മീയമായി പ്രയോജനപ്പെടും? Then I had to go a series of disappointments, series of despondencies, rejections, isolation and so on in these couple of weeks. ഈ 2-3 ആഴ്ചകളിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടിയും നിരുത്സാഹപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളിൽ കൂടിയും കടന്നു പോകേണ്ടതായിട്ട് വന്നു. And then I realized, this is why God was preparing me for. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ തയ്യാർ ചെയ്തുകൊണ്ടിരുന്നത്. Okay, before launching it, let me just ask you. ഈ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. How are we all born in this world? ഈ ഭൂമിയില് നാം, ഈ ലോകത്തില് നാം എങ്ങനെയാണ് ജനിച്ചത്? Or to be more specific, who has created you to be in this world? ഈ ലോകത്തിൽ നിങ്ങൾ ആയിരിക്കണം എന്നുള്ളത് ആരാണ് തീരുമാനിച്ചത്? ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? If I ask the atheists, they will say we are the accident. നിരീശ്വരവാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് എന്ന്. But let me just ask you, children of God, who and why are you here? എന്നാൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് ഞാൻ ഇവിടെ ജനിച്ചു? എങ്ങനെയാണ് ഞാൻ ജനിച്ചത്? God created. ദൈവം സൃഷ്ടിച്ചു. We all agree on that? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. We all agree? എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? If anyone does not, if you are saying that you all agree, then you should be clear enough. Otherwise, at the fag end, I am going to ask something. So you should not say that I am confused. Okay? ഇങ്ങനെ എല്ലാവരും സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ആരും അത് സമ്മതിക്കാതെ ഇരിക്കരുത്. Okay. Now, question is, why did you, or why, where, or to be more specific, let me put it in this way. Why have you been in this world? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കാൻ ഇടയായി തീർന്നത്? എന്ത് കാരണമാണ്? One of my very good friend and my mentor, Krish Dhanam, he says, we have been created for accomplishments. ചില കാര്യങ്ങൾ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ എന്നുള്ളത് പ്രിയ സഹോദരന്റെ ഒരു കൂട്ട് വ്യക്തി അത് പറയാറുണ്ട്. We have been engineered for achievements. കാര്യങ്ങളെ സാധ്യമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഉൽപ്പന്നമായിട്ട് ഉരുവാക്കിയിരിക്കുകയാണ്. We have been endowed to be the great in this world. ഈ ഭൂമിയിൽ ഉന്നതന്മാരായിട്ട് വലിയവരായിട്ട് ഇരിക്കുവാൻ വേണ്ടി നമ്മളെ സജ്ജമാക്കിയിരിക്കുകയാണ്. Do you agree with that? അത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? Yes. Okay. Now let me put it in this way. ഞാൻ ഇങ്ങനെ കൂടെ ഞാൻ അതൊന്ന് വിശദമാക്കാം. When God created you and me, എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ, do you think God created you and me to be the jerk in this world? ഒരു സാധാരണ വ്യക്തിയായിട്ട് നിങ്ങൾ ഇരിക്കണമെന്നാണോ ദൈവം നിങ്ങളെ കുറിച്ചോ എന്നെ കുറിച്ചോ ആഗ്രഹിച്ചത്? I am using a phrase very very carefully. Did God create you to be fool in this world? ഈ ഭൂമിയില് ഒരു വിഡ്ഢിയായിട്ട് ജീവിക്കാനാണോ നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവം ആഗ്രഹിച്ചത്? God created you to be the jerk in this world? നിങ്ങളൊരു സാധാരണ വ്യക്തിയായിട്ട് നിങ്ങൾ ആയിരിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? I was asking about this particular meaning of the jerk in one of my friend there in Tiruvalla. He says, it is not moodan, it is oolan. Oolan, yeah. ഊളൻ. അതിന്റെ ശരിയായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ പ്രിയ സഹോദരനോട് ചോദിച്ചപ്പോൾ അത് മലയാളത്തില് ഊളൻ എന്നുള്ളൊരു വാക്കാണത്. It is not moodan. Moodan is little more respectful. മറ്റു വാക്കുകളുണ്ട്, അത് കുറച്ചുകൂടെ ബഹുമാനമുള്ളതാണ്. ഊളൻ means jerk. ഊളൻ എന്ന് പറഞ്ഞാൽ
ഒരു താഴ്ന്ന സ്വഭാവമുള്ള താഴ്ന്ന മനസ്ഥിതിയുള്ളവരാണെന്നുള്ളതാണ്. They don't know what they do. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാൻ വയ്യ. I mean, we have the youngsters, and if you go to this, some of the youngsters, I was there in one of a congregation couple of weeks back. They had long hairs, they had piercing, bumbo, what is that? Limbo, bumbo, whatever. And then they have the tap. I asked him, buddy, what do you want all this? പ്രിയ സഹോദരൻ ഒരു സഭയിൽ പോയപ്പോൾ ആ സഭയിലുള്ള യുവാക്കന്മാർ, not sabha, it was a normal meeting. സോറി, ഇതൊരു സാധാരണ ഒരു മീറ്റിംഗ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ സോ സാധാരണ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന യുവാക്കന്മാരെ കണ്ടപ്പോൾ അവർ പലവിധമായിരിക്കുന്ന പല നിലകളിലുള്ളതായിരിക്കുന്ന ചില സിംബൽസ് അല്ല അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. മുടി വളർത്തിയിരുന്നു, കാതില് ചില കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള യുവാക്കന്മാരെ കണ്ടു. In youngsters language they are called what? Freakens, right? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രീക്കന്മാർ എന്നറിയപ്പെടുന്ന ഒരു യുവാക്കളുടെ ഗ്രൂപ്പ്. But freakens have some purpose. They are there to attract the attentions. They have some purposes to appear in that sense. ആ രീതിയിൽ അവരെ പ്രകടിപ്പിക്കുന്നതിൽ കൂടി അവർക്കൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കാറുണ്ട്. But these ഊളൻസ് have no purpose. എന്നാൽ ഈ പറഞ്ഞ ഈ വ്യക്തികളുണ്ടല്ലോ, ഊളന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ സാധാരണ ചിന്തിക്കാത്ത ശരിയായി പ്രവർത്തിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല. God cannot make mistake, my beloved, to create you like ഊളൻസ്, the jerks in this world. അങ്ങനെയുള്ള വ്യക്തികളായിട്ട്, വെറും താഴ്ന്ന സ്വഭാവമുള്ള വ്യക്തികളായിട്ട് നിങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിച്ചില്ല. God wants you to be the best in this world. ഈ ഭൂമിയിൽ ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും മെച്ചമായ രീതിയിൽ ജീവിക്കുന്നവരായിട്ടാണ് ദൈവം നിങ്ങളെ. God has created you to be an achiever in this world. ഈ ഭൂമിയിൽ ചില കാര്യങ്ങളെ സാധ്യമാക്കുന്നവരായിട്ടാണ് നിങ്ങളായിരിക്കേണ്ടത്. God has created you to be the greats in this world. ഈ ഭൂമിയിലെ ഉന്നതന്മാരായിട്ട് തീരണമെന്നാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചത്. God has engineered in a fashion so that you can be the success in this world. ഈ ഭൂമിയിൽ വിജയിക്കുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ നിങ്ങളെ ദൈവം ഒരു ഉൽപ്പന്നമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. Now if it is so, then why do we fail? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പറയുക? And this is a message I want to share with all my Sunday school class, particularly, and their parents, and also the teenage students and their parents. എന്റെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളോടും അവരുടെ മാതാപിതാക്കന്മാരോടും ഈ യുവത്വത്തിലിരിക്കുന്നവരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇത് മാത്രമാണ്. That we fail, and we will fail in the days to come. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because at times we don't give our 100%. നാം നമ്മുടെ 100% നമ്മുടെ കഴിവുകളെ നാം പ്രകടിപ്പിക്കുന്നില്ല. At times we take an abrupt decisions in our life. നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. So when you fail, it is not you as an individual who is failing. You fail on something, not as someone. നിങ്ങൾ അതിൽ പരാജയപ്പെടുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതല്ല, നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. I hope you are able to comprehend, right? അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You don't fail as someone, rather you fail at something. ഞാൻ പറഞ്ഞതിനെ തിരിച്ചു പറയുകയാണ്, ഞാനല്ല അതിൽ പരാജയപ്പെടുന്നത്, ഞാൻ ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. God has not created you to be the failure, the jerk or the fools. ഈ സാധാരണ വ്യക്തികളെ പോലെ ഒരു പരാജയത്തിന്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. But God has created you to be the champions, to be the light in this world. ഈ ഭൂമിയിലെ വെളിച്ചമായിട്ട് വിജയാളികളായിട്ട് ജയാളികളായിട്ട് ആയിരിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. But there comes situation when we make some decisions, or there comes the catastrophe or so on and so forth, and you have absolutely no clue how to go forward. ജീവിതത്തിൽ ചിലപ്പോൾ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാത്ത ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ഒരു പക്ഷേ ആയിത്തീരാം. What next? We don't know. എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ല.
I have been in a number of occasions in that situation. അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി പ്രിയ സഹോദരൻ പല പ്രാവശ്യം കടന്നുപോയി. I don't know what are the options left for me. എനിക്ക് മുമ്പിൽ എന്തൊക്കെയാണ് ഇനി തീരുമാനം എടുക്കാനുള്ളതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത I do not know which are the doors open for me. എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വാതിലുകൾ എന്താണെന്ന് എനിക്കറിയില്ല. Lost everything. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. Absolutely clueless how to go. എന്ത് ചെയ്യണം അറിയാത്ത ഒരു പ്രത്യേകമായ സാഹചര്യം. And I know many of you would have been in such situations. You have been in the past and you will come across in the future. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ആ സിറ്റുവേഷനിൽ ആ സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ടാകാം, കടന്നു പോയിക്കൊണ്ടിരിക്കാം, ഇനി കടന്നു പോകാനും സാധ്യതയുണ്ട്. What would you do? എന്തു ചെയ്യും നിങ്ങൾ? And this is the title of my message today. ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ വിഷയം ഇതാണ്. When all things, or put it in this way, when all is gone, God still goes on. എന്ത് കാര്യം നിങ്ങൾക്ക് നഷ്ടമായാലും ദൈവം ഇനിയും മുൻപോട്ട് പോകും. When all seems gone, when all seems gone, God still what? Goes on. നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടമായി അല്ലെങ്കിൽ ഇതെല്ലാം നഷ്ടമായതെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും ദൈവം ഇതാ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Let's read book of Habakkuk chapter 3. ഹബക്കൂക്ക് 3-ാം അധ്യായം നമുക്ക് വായിക്കാം. 17, 18 and 19. 17, 18, 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയുമില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. Days of Hebrews, days of Habakkuk were they dependent purely on farming. ഹബക്കൂക്കിന്റെ ഈ ജീവിതകാലത്ത്, പ്രവാചകന്റെ ജീവിതകാലത്ത് അന്ന് ഉണ്ടായിരുന്ന ജനങ്ങൾ പൂർണ്ണമായിട്ടും കാർഷിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു. They completely dependent on the cultivation of a fig and olive and wine and cattle and so on and so forth. ആടുമാടുകളും കന്നുകാലികളും ഒലിവ് മരങ്ങളും അത്തി മരങ്ങളിൽ നിന്നുള്ള അതിന്റെ ഫലങ്ങളിൽ നിന്നാണ് അവര് എല്ലാവരും ഉപജീവനം കഴിച്ചിരുന്നത്. And at that point he says, even if the fig tree does not yield any fruit, wine give me nothing, olive have no produce. ആ സമയത്താണ് ആ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ അത്തിവൃക്ഷം തളിർക്കാതെയോ ഒലിവ് മരത്തില് ഒന്നും ഉണ്ടാകെയിരുന്നാലും your cattle are giving nothing. നിങ്ങളുടെ കന്നുകാലികൾ നിന്ന് നിങ്ങൾക്ക് ഒന്നും ആദായം ലഭിക്കാതിരിക്കുമ്പോൾ yet what? Yet എന്നാലും ആ സമയത്തും sometimes we can't comprehend these things easily. നമുക്ക് ചിലപ്പോഴൊക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. So I'll divide this whole paraphrase in 3 different segments and then we will try to analyze them one by one. ഈ കാര്യങ്ങളെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. When it seems all loss, എല്ലാം നഷ്ടമായി പോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് you have nothing. ഒന്നുമില്ല, എല്ലാം നഷ്ടമായി. And apparently you do not have even the control. I mean, can someone control the fruiting of olive or fig or wine or things of that sort? ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഒന്നിനും നിയന്ത്രണമില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം നോക്കുക. ഒലിമരത്തില് ഫലങ്ങൾ ഉണ്ടായില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്തിവൃക്ഷം തളിർക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുമോ?
We can't control, right? അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. If there is no rain and if there is a drought, we have no control. മഴയില്ല, വേനലാണ്, അല്ലെങ്കിൽ വരൾച്ചയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? 2018 we had so much of flood in Kerala. We had absolutely no control. 2018 നമുക്കറിയാം കേരളത്തിലുണ്ടായ ജലപ്രളയത്തില് നമുക്കൊരു നിയന്ത്രണവും അതിന്മേലുണ്ടായിരുന്നില്ല. I mean, situations when come in that way where we have absolutely no control, that is where Habakkuk is saying, I will rejoice in you. ഇതാ നമ്മുടെ മുമ്പില് നമ്മുടെ നിയന്ത്രണത്തിനും അതീതമായിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ഇതാ ഹബക്കൂക്ക് പറയുകയാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും. That brings me to my first point. You may be in loss, but you have not been lost. നാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പക്ഷെ നിങ്ങൾക്കെല്ലാം നഷ്ടമായിരിക്കാം, എന്നാൽ നിങ്ങൾ നഷ്ടമായിട്ടില്ല എന്നുള്ളത്. Loss but not lost. നഷ്ടങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ നഷ്ടമായി പോയിട്ടില്ല. There was a girl called Corrie ten Boom in Holland. ഹോളണ്ടില് കോറി ടെൻ ബൂം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. She has written a beautiful book called The Hiding Place. The Hiding Place, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം എന്നുള്ള ഒരു പുസ്തകം ആ പെൺകുട്ടി എഴുതിയിട്ടുണ്ട്. She was one of a watchmaker along with her father. Watchmaker. വാച്ച് ഉണ്ടാക്കുന്ന ഒരു പിതാവാണ് അവളുടെ കുടുംബത്തില്. അതാണ്. She was raised up in a very, very godly family. എന്നാൽ വളരെ ആത്മീയമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി. And her watchmaking factory, her shop was almost, they had celebrated 100-year of existence. അവരുടെ വാച്ച് നിർമ്മിക്കുന്നതായിരിക്കുന്ന ഫാക്ടറി 100 വർഷം അതിന്റെ പ്രവൃത്തികൾ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ആഘോഷത്തിലായിരുന്നു. And they were very, 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 very godly people, and they had so much of testimony in the city. അവരെ താമസിക്കുന്ന നഗരത്തില് അവരെ വളരെ ആത്മീയരായിരിക്കുന്നവരായതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ വളരെ അവര് നല്ല സാക്ഷ്യം പറഞ്ഞിരുന്നു. During the Second World War, they went to the stage where they kept their house open, and they kept their house to be a hiding place for all the Jews around. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അവരുടെ വീട് അവര് ഒളിച്ചു താമസിക്കുവാൻ വേണ്ടി യഹൂദന്മാര് കഷ്ടതയിൽ കൂടി കടന്നുപോയതായിരിക്കുന്ന യുദ്ധത്തിന്റെ കെടുതികളിൽ കടന്നുപോയ യഹൂദന്മാർക്ക് താമസിക്കുവാൻ അവരുടെ വീടുകളെ അവർ തുറന്നു കൊടുത്തു. There were multiple occasions they had raids in their house, but still they had developed some secret places so that they can hide these Jewish people. അവരുടെ വീടുകളിൽ പല പ്രാവശ്യം പരിശോധനകൾ അധികാരികൾ നടത്തിയെങ്കിലും അതിനിടയിൽ തന്നെ അവര് ചില രഹസ്യമായിരിക്കുന്ന സങ്കേതങ്ങളിൽ ഇവരെ എല്ലാം ഒളിപ്പിച്ച് അവരെല്ലാം സൂക്ഷിക്കുകയും കരുതുകയും ചെയ്തു. But one afternoon they were caught. എന്നാൽ ഒരു ദിവസം മധ്യാഹ്നത്തില് അവര് അധികാരികളുടെ കണ്ണിൽപ്പെട്ടു. Father and Corrie and her sister Betsy, they all were taken into the concentration camp in Germany. ജർമ്മനിയിലെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പിതാവും ഈ കുടുംബത്തെയും അവിടെ ഈ പെൺകുട്ടി ഉൾപ്പെടെ കൊണ്ടുപോവുകയാണ്. And the book describes about the life in concentration camp. ആ കോൺസെൻട്രേഷൻ ക്യാമ്പില് അതിതീവ്രമായിരിക്കുന്ന വേദനയിൽ കടന്നുപോകുന്ന ഉപദ്രവത്തിൻ്റെതായിരിക്കുന്ന ക്യാമ്പിന്റെ ഇവരായി അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തില് ഈ പെൺകുട്ടി വിവരിച്ചിരിക്കുന്നത്. Her father dies on the way. അവിടേക്ക് പോകുന്ന വഴി തന്നെ പിതാവ് മരണപ്പെട്ടു. When they entered Germany, they had to remove all their clothes, all their belongings, and they were given a new dress and a new identity in all together. അവർ ജർമ്മനിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ എല്ലാ വസ്ത്രങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് നഷ്ടമായി എല്ലാം മാറ്റി പുതിയ വസ്ത്രം അവർക്ക് ധരിപ്പിച്ചാണ് അവരെ കൊണ്ടുപോകുന്നത്. Somehow she sneaked a small Bible under her blouse, and sometime she hid it in her stomach along with the sweaters inside. എന്നാൽ അതിനിടയിൽ തന്നെ ഈ പെൺകുട്ടി തനിക്കുണ്ടായിരുന്ന ചെറിയ ഒരു വേദപുസ്തകം തൻ ശരീരത്തിലെ ചില ഭാഗത്തിലെ ഒളിപ്പിച്ച് അത് കൊണ്ടുപോയി. And when they reached the concentration camp, they had hardly 10 by 10 room where they were given more than 25-30 people to sleep.
25-30 പേര് 10 അടി വീതിയുള്ള നീളവും വീതിയുമുള്ള റൂമിന്റെ അകത്ത് അവരെല്ലാവരും അവിടെ താമസിക്കുന്ന പോലെയുള്ള ക്രമീകരണമാണ്, ബുദ്ധിമുട്ടുള്ള ക്രമീകരണമാണ് അവിടെ They ഉണ്ടായത്. were given multiple kind of tasks to perform. പല കാര്യങ്ങളുള്ള ജോലിയും അവർക്ക് നൽകിയിരുന്നു. They were given the wiring to be connected with the circuit so that that can be used for mining purpose for the soldiers. Circuits. Wire. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന സർക്യൂട്ടുകളൊക്കെ അവർക്ക് നൽകി ആ കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുവാനും ചെയ്യുവാനും ഒക്കെ ഉള്ള ജോലിയും അവർക്ക് നൽകിയിരുന്നു. They knew that all this work what they are doing are going to be against the humanity. അവർക്ക് അറിയാമായിരുന്നു ഒരുപക്ഷെ ഇത് മനുഷ്യർക്ക് മാനവരാശിക്ക് വിരോധമായിരിക്കുന്ന എതിരായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. But they had to work. എന്നാൽ അവർക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു. They were knitting the sweaters and the socks for the soldiers in the forefront. അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, അവർക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന ജോലിയും ഇവർക്കുണ്ടായിരുന്നു. Remember, she had lost everything. ഓർക്കുക, ആ പെൺകുട്ടിക്ക് സകലവും നഷ്ടമായിരിക്കുക. Her identity is lost. അവളുടെ വ്യക്തിത്വം നഷ്ടമായി. Her name is no more a name. She used to be called with a prisoner number so and so. അവളുടെ പേരൊക്കെ പോയിട്ട് ആ ജയിലിൽ അവർക്ക് കൊടുക്കുന്ന നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അവളെ വിളിക്കപ്പെടുന്നത്. She had no clothing of her place. അവളുടേതായിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ അവൾക്ക് അവകാശമില്ല. And she was given a food, 2 potato in the morning, 2 potato in the afternoon, 2 potato in the evening. അവർക്ക് കൊടുത്തിരുന്നതായിരിക്കുന്ന ഭക്ഷണം വളരെ ശോചനീയമായിരുന്നു. രാവിലെ 2 ഉരുളക്കിഴങ്ങും ഉച്ചയ്ക്ക് അതേപോലെ 2 ഉരുളക്കിഴങ്ങ് രാത്രിയും അത് തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. She had no clothes to change. ഒരു നല്ല വസ്ത്രം പോലും ധരിച്ച് മാറുവാൻ തക്കവണ്ണം അവൾക്ക് ഇല്ലായിരുന്നു. 4 of them were given 1 blanket. They used to cover themselves. They used to sleep in that snowing climate, holding each other, embracing each other in the night. തണുപ്പുള്ള രാത്രികളില് അവർ അതിശൈത്യത്തില് അവരിതാ ഒരു സാധാരണ ഒരു കമ്പിളി മാത്രം, ഒരെണ്ണം മാത്രം ആ 4 പേർക്ക് നൽകി ഇവർ 4 പേരും കെട്ടിപ്പിടിച്ച് ആ കമ്പിളിയുടെ ചൂടില് അവർ ഉറങ്ങുവാനായിട്ടാണ് അവർക്ക് കഴിഞ്ഞത്. She asked one day to her sister Bessie, "Why are we here?" അവളുടെ സഹോദരിയോട് ഒരു ദിവസം ചോദിച്ചു, എന്തുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുന്നു? Her sister told, "We are here to be the light in this dark world." ഈ ഇരുണ്ട കാലഘട്ടത്തില്, ഇരുണ്ട സമയത്ത് വെളിച്ചമായിരിക്കുവാനായിട്ടാണ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. They started praying in the nights. That's how the whole worship meeting started there in the concentration camps. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ആരാധന ആരംഭിക്കുവാൻ തക്കവണ്ണം അവരുടെ ഈ ദർശനം അവർക്ക് സഹായമായി. One day after the job, Corey saw soldiers slapping, or to be more precise, they were hitting her sister Betsy. എന്നാൽ ഒരു ദിവസം ഒരു പടയാളി ഒരു പടയാളി അവളുടെ സഹോദരി ആയിരിക്കുന്ന ബെറ്റ്സിയെ അതിഭീകരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ജോലി കൂടുതൽ ചെയ്യുവാൻ വേണ്ടി ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. And Corey came running to her, and she saw, her mouth she was spitting. Literally she was spitting blood because she had broken a tooth in the mouth. ആ പടയാളിയുടെ ആ ഉപദ്രവം കൊണ്ട് അവളുടെ വായിലെ പല്ലുകളിൽ നിന്നുള്ള രക്തം അവളിങ്ങനെ വായിൽ നിന്ന് തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം അവൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. And she asked, "Why did you not respond?" അവള് സഹോദരിയോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇതിനെ പ്രതികരിച്ചില്ല? She said, "We have no choice." നമുക്ക് അങ്ങനെയുള്ള അവകാശമില്ല. And remember, Christ came in this world for such a cruel men to be saved. അങ്ങനെ ക്രൂരന്മാരായിരിക്കുന്ന ആൾക്കാർ പോലും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. Jesus Christ came in this world to save the cruelty of the heart of that sort. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആ ദുഷ്ട ഹൃദയത്തെ മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. And few months later, Betsy died. ചില നാളുകൾക്ക് ശേഷം ആ ബെറ്റ്സി എന്ന് പറയുന്ന ഇവളുടെ സഹോദരി മരണത്തിന് കീഴ്പ്പെട്ടു. Fast forward the story, the Second World War stopped, and somehow Corey came back to her own land. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഭാഗ്യവശാല് ആ യുദ്ധം അവസാനിച്ചു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഇവർക്ക് തിരിച്ച് ഇവരുടെ സ്വദേശത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. And she was
totally perplexed in her heart. Oh God, why did you save me, and why am I here back in this house, in this city, all alone as a family? അവളുടെ വളരെയധികം അവളെ ചിന്തിപ്പിച്ചൊരു കാര്യം, എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ എന്റെ സഹോദരി മരണത്തിന് അവിടെ കീഴടങ്ങേണ്ടതായിട്ട് വന്നുവല്ലോ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവളുടെ ഉള്ളിൽ ഉണ്ടായി. And God gave her a ministry called forgiveness ministry. എന്നാൽ ദൈവം അവൾക്ക് കൊടുത്തതായിരിക്കുന്ന വലിയൊരു കർത്തവ്യവും അതായിരുന്നു മറക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. She started speaking to various women cells, women congregation about the forgiveness. പലയിടങ്ങളിൽ സഹോദരിമാരുടെ മീറ്റിങ്ങുകളിലൊക്കെയും ഇവള് ക്ഷമയെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. When everything is lost, എല്ലാം നഷ്ടപ്പെടുമ്പോൾ, you have nothing, ഒന്നുമില്ലാതിരിക്കുമ്പോൾ, you have Christ. നമുക്ക് ക്രിസ്തു ഉണ്ട്. A very famous statement of her which says, no pit is so deep, no pit is so deep that he is not deeper still. ഒരു കുഴിയും അത്രയും ആഴമുള്ളതല്ല. സെക്കൻഡ്, he is not deeper still. എന്നാൽ അതിനേക്കാളും ആഴത്തിൽ അവൻ ഉണ്ട്. What if tomorrow you lose everything? ഇത് അവൾ പറഞ്ഞ ഒരു വസ്തുതയാണ്, എത്ര ആഴത്തിലുള്ള വസ്തുത. What if you lose everything in life? നിങ്ങളുടെ ജീവിതത്തിൽ സകലവും നഷ്ടമാകുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? We are proud of our bank balance, right? നാം നമ്മുടെ ബാങ്കിലുള്ള നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമുക്ക് സന്തോഷമുള്ളവരാണ്. We are proud of our jobs. നമ്മുടെ ജോലി സംബന്ധമായി അതിനെക്കുറിച്ച് നമുക്ക് അഹങ്കാരമുണ്ട്. We are proud of our home, house, our vehicle. നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ വാഹനത്തെ കുറിച്ചൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. We are proud of our certificates, education certificates. നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ച് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. We are proud of our physique, our look, our built up. എന്റെ ശരീരത്തെക്കുറിച്ചും എന്റെ ആകർഷണീയമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. My beloved, this all can go like this. എന്നാൽ ഓർക്കുക, ഇതെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ നഷ്ടമാകുവാനായിട്ട് ഇടയായി തീരും. I have a friend who was having just a day before he had withdrawn almost 10 lakh rupees for the transaction, cash and kept it in his home, and next day Modi uncle came and said that there will not be, the 500 rupees is no more valid as a legal entity. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹം 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് വീട് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അടുത്ത ദിവസമാണ് മോദി പറയുന്നത്, ഇനി 500 രൂപ നോട്ടുകളൊന്നും, ഈ നോട്ടുകളൊന്നും അതിന് ഇനി സാധുതയില്ല എന്നുള്ളത്. He could change only up to 4.5 lakh. അതിൽ 4.5 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. And he lost almost more than 5 lakh. 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ അദ്ദേഹത്തിന് നഷ്ടമായി. My beloved, this is how the world is. ഇന്നത്തെ ലോകം ഈ രീതിയിലാണ്. Your education has no value. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു വിധമായിരിക്കുന്ന വാല്യൂമില്ല. Nobody bothers what reputation you have. നിങ്ങൾക്കുള്ള പദവികളെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യമുണ്ടാകണമെന്നില്ല. I mean, forget about your skill. There are many better people than you and me. നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇതിനേക്കാളും കഴിവുള്ളവർ ലോകത്തിലുണ്ട്. Do you think we are beautiful? No. Go to the world, see the show business. They are more beautiful than you and me. നിങ്ങൾ ഒരുപക്ഷെ സുന്ദരന്മാരുമാണെന്ന് വിചാരിച്ചോളൂ, എന്നാൽ അതിനെ മനസ്സിലാക്കുക, അതിനേക്കാളും സുന്ദരന്മാരും ഇന്നത്തെ ഈ ലോകത്തില് അറിയപ്പെടുന്നുണ്ട്. We can lose everything without any moment. ഒരു നിമിഷത്തിൽ തന്നെ എന്ത് കാര്യമായാലും നഷ്ടമാകുവാനുള്ള സാധ്യത. But tomorrow, what if you lose everything, and what would be your response? എന്നാൽ ഇങ്ങനെ നഷ്ടമാകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? This is what the challenge you and me have, my beloved. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് പ്രിയപ്പെട്ടവരെ. If you are in loss, still you are not lost, because God, Christ is carrying you. നഷ്ടത്തിന്റെ അവസ്ഥയിൽ നിങ്ങളായാലും നിങ്ങൾ നഷ്ടമാകുന്നില്ല, കാരണം ക്രിസ്തു നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട്. Job lost everything. യോബിന് സകലവും നഷ്ടമായി. Can you imagine? അതൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? He lost his reputation. അവന്റെ എല്ലാ പദവികളും ബഹുമതികളും നഷ്ടമായി. People who could not come and talk to him at his front, they were abusing him literally.
അവന്റെ അറിയപ്പെടുന്നവര് നാട്ടുകാർ വന്ന് അവനോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, അവനെ ദുഷിക്കുകയായിരുന്നു. He lost his sheep, his camel, all his horses, so on and so forth. അവന്റെ കുതിരകൾ, അവന്റെ കന്നുകാലികളെല്ലാം അവന് നഷ്ടമായി. He had so much of a farming, they all burnt it off. അവനുണ്ടായിരുന്ന എല്ലാ വിളകളും അവന് നഷ്ടമായി. Even his wife, അവന്റെ ഭാര്യ പോലും started accusing him. അവനെ ദുഷിക്കുവാനായിട്ട് തുടങ്ങി. But when you are lost, when you lose everything, still you are not lost, because Christ is with you. നിങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമായാലും നിങ്ങൾ നഷ്ടമാകുന്നില്ല, കാരണം കർത്താവ് നിങ്ങളോട് കൂടെയുള്ളതുകൊണ്ട്. That brings me to the second observation. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, yet I will rejoice. എന്നാലും അപ്പോഴും ഞാൻ സന്തോഷിക്കും. A couple of weeks back, Gabby spoke from this portion. ഈ ഭാഗത്തുനിന്ന് ബ്രദർ ഗാബി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. He was giving a beautiful description about the joy. സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം നല്ല ചില കാര്യങ്ങൾ പറഞ്ഞത്. Happiness is a result of happenings. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. But joy is something which comes from inside. എന്നാൽ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. Are you able to understand? ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? I watch a movie and I am so happy. ഞാനൊരു മൂവി കണ്ടു കഴിയുമ്പോൾ എനിക്കതിൽ വലിയ സന്തോഷമുണ്ടാകും. I have a cup of chai, I am so happy. ഒരു ചായ കുടിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. But that chai will not give me the joy forever. എന്നാൽ ആ ചായ എനിക്ക് എപ്പോഴും ഒരു ആനന്ദം നൽകത്തില്ല. Are you able to follow me? അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ? Most of us, we think that the happiness is something which gives me the eternal excitement. No, not at all. എന്നാൽ ചിലപ്പോൾ നാം ചിന്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ആനന്ദം നൽകുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. No, not at all. ഒരിക്കലുമല്ല. Happiness is just, you meet something, you see something, you act on something which will excite you. ഈ സന്തോഷം എന്ന് പറയുന്നത് ചില നിമിഷങ്ങളിൽ നടക്കുന്ന ചില ഒരു പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. That's what when Samaritan woman came to the Lord said, I will give you a water which if you have it, you will be thirsty no more forever. അതുകൊണ്ടാണ് സമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, ഞാൻ കൊടുക്കുന്ന ജലം നീ കുടിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞത്. I speak in corporate houses. ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് വേൾഡിലെ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ പ്രിയ സഹോദരൻ, there are people, they are looking for that eternal excitement. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അവർ പലപ്പോഴും ഇത് കേൾവിക്കാര് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആന്തരികമായിരിക്കുന്ന ആനന്ദത്തിനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. Joy is not the absence of trouble or problem in your life. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് സന്തോഷത്തിന് കാരണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. Joy can only be the result you have a relationship with your God. ദൈവവുമായിട്ടുള്ള ഒരു ശരിയായിരിക്കുന്ന ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആനന്ദത്തിന് അർത്ഥം വരത്തുള്ളൂ. Are you able to follow me? ഇത് നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാവുന്നുണ്ടോ? Joy is a relationship which you have with the Lord. കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആനന്ദമുണ്ടാകുന്നത്. I'll give you one more important outlook here. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചിന്ത കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. Okay, read verse 17. 17ാമത്തെ വാക്യം വായിക്കുക. 18 വാക്യം വായിക്കുക. How does that start? എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ. Yet എങ്കിലും I will ഞാൻ rejoice. യഹോവയിൽ ആനന്ദിക്കും. Who is deciding to rejoice here? സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ ആരാണ് തീരുമാനിക്കുന്നത്? Who? ആരാണ്? My Hari Chetan in the neighborhood, is it? Who is deciding for my joy? എന്റെ ആനന്ദത്തെ കുറിച്ച് ആരാണ് തീരുമാനമെടുക്കുന്നത്? Me. ഞാൻ. It's me who has to make up
firm decision that I will rejoice in the Lord. കർത്താവിൽ യഹോവയിൽ ഞാൻ ആനന്ദിക്കുമെന്നുള്ള തീരുമാനം എടുക്കുന്നത് ഞാനാണ് എടുക്കേണ്ടത്. It's not somebody else will decide for me. ഇത് വേറെ ആരെങ്കിലും എനിക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനമല്ല. It's me. I need to depend on God. I need to have a relationship with God, and I have to decide that I will rejoice whatever happens in my life. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ആനന്ദിക്കുമെന്നുള്ള തീരുമാനം ഞാനാണ് എടുക്കേണ്ടത്. അത് യഹോവയിൽ നിന്ന് വരുന്നതാണ്. There is a beautiful book called Tortured for Christ. കർത്താവിന് വേണ്ടി ഉപദ്രവിക്കപ്പെട്ടവർ എന്നുള്ള ഒരു പുസ്തകമുണ്ട്. It's written by Richard Wurmbrand. റിച്ചാർഡ് ഉംബ്രാൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്ന പുസ്തകമാണത്. He says he is basically a evangelist who was captured by the communist government in Romania. റൊമാനിയയിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ വ്യക്തിയെ ജയിലിൽ അടച്ച് വളരെയധികം ഉപദ്രവിച്ച അല്ലെങ്കിൽ ഉപദ്രവം കൊണ്ട വ്യക്തിയാണ്. He was there inside the prison for 14 years. 14 വർഷം ജയിലിൽ അദ്ദേഹത്തിന് കാരാഗൃഹത്തിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. He had been on cold. He had been in the starvation. He had been having isolation, rejection. No one to support him in that dungeon. ഏകാന്തതയില്, ദുഃഖത്തില്, പ്രയാസത്തില്, അതിശൈത്യത്തില്, പട്ടിണിയില് ഒക്കെയും അദ്ദേഹം ഇരുന്നു. ആരും അദ്ദേഹത്തെ സഹായിക്കാനില്ല. But you know, every night he says, every night he will stand and he will sing song for the Lord. എന്നാൽ ഓരോ രാത്രിയും അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ദൈവത്തിന് സന്തോഷത്തോടെ പാട്ടുപാടുമായിരുന്നു. Every evening he will wake up and he will say, Lord, thank you so much for the position, for the grace you have given me in my life. ഇന്ന് എനിക്ക് തരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവമേ നിനക്ക് നന്ദി എന്ന് അദ്ദേഹം എഴുന്നേറ്റ്. He took a decision that I will be joyful. I will rejoice in the Lord always. എപ്പോഴും ഞാൻ സന്തോഷിക്കുമെന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തു. Nobody will take for you. ആരും നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം എടുക്കുകയില്ല. One ice cream can give you a release of dopamine in your brain. ഒരുപക്ഷെ നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമൈന്റെ അളവ് കൂട്ടുവാൻ ഒരു ഐസ്ക്രീമിന് കഴിഞ്ഞെന്ന് വരും. One comedy song or event can give you an excitement. ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കുന്ന കോമഡി സീനുകളോ ഹാസ്യരംഗങ്ങളോ ഒക്കെ ഉണ്ടായിന്ന് വരാം. Maybe somebody's appreciation give you an excitement. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഒന്ന് പ്രോത്സാഹിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി എന്ന് വരാം. But real joy can only come from inside when you think that the great God values you more than anything. എന്നാലും നിങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം നൽകുന്ന ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയുള്ളൂ. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. My beloved, it is you, it is me who have to take a decision to have a joy in the Lord. ദൈവത്തിൽ സന്തോഷിക്കണം, ആനന്ദിക്കണം എന്നുള്ള തീരുമാനം ഞാനും നിങ്ങളും അവരവരെടുക്കേണ്ടതാണ്. That is why Paul, when he writes to Philippi, what does he say? എന്താണ് പൗലോസ് പറയുന്നത്? Rejoice in the Lord. അതുകൊണ്ടാണ് കർത്താവിൽ സന്തോഷിപ്പിനെന്ന് പൗലോസ് പറയുന്നതിന് കാരണം. Rejoice in the Lord, full stop. അവിടെ ആ കാര്യം പറഞ്ഞവിടെ നിർത്തുകയാണ്. കർത്താവിൽ സന്തോഷിപ്പിൻ. Is it? അങ്ങനെയാണോ? No. അല്ല. Rejoice in the Lord, and again I say rejoice. കർത്താവിൽ സന്തോഷിപ്പിൻ. പിന്നെയും ഞാനത് പറയുന്നു. It is your decision, it is my decision. ഞാൻ സന്തോഷിക്കുന്നത് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. That's why Paul is writing by the guidance of the Holy Spirit again, pushing one side. But you enjoy the Lord. സന്തോഷിപ്പിൻ എന്നുള്ളത് പൗലോസിനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചെഴുതുകയാണ്. വീണ്ടും വീണ്ടും സന്തോഷിപ്പിൻ. Just enjoy. You have no other choice but to enjoy in the Lord and His grace what He gives us in our life. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് പറയുക. So number one, lost but not the lost. അന്നേരം നമുക്ക് ചിലതൊക്കെ നഷ്ടമായി എന്ന് വരാം, എന്നാൽ ഞാൻ നഷ്ടമാകുന്നില്ല. Number two, rejoicing is a choice. രണ്ടാമത്തെ കാര്യം, ഞാൻ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം എന്നുള്ളതാണ്. That is a choice. അതൊരു തീരുമാനമാണ്. That you and me have to take. ആ തിരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കേണ്ടതാണ്. Most of us, we are always cranky. Always cranky. നമ്മൾ പലപ്പോഴും ഒക്കെ ബുദ്ധിശൂന്യമായിട്ട് പെരുമാറുന്നവരാണ്. If it is hot, so much. എന്തൊരു ചൂടാ. വെയിൽ കണ്ടാൽ ഉടനെ നമ്മൾ പറയും എന്തൊരു ചൂടാണ്. If it is raining, so much of rain. മഴ പെയ്യുന്നത് കണ്ടാൽ പറയും എന്തൊരു മഴയാണ്. I sometimes think, God will be thinking, sitting on the heaven, give them little sun and little rain together, so that these people can enjoy that. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നവരെ കുറിച്ച് ദൈവം ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവുമെന്ന് പ്രിയ സഹോദരൻ അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നതാണ്. ദൈവം ഒരു കുറച്ച് വെയിലും കുറച്ച്
കുറച്ച് മഴയും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളത്. So much, it's not cold here in Kerala. I mean, when we were there in Dehradun, it's so cold. ഉത്തരേന്ത്യയിലെ ഡെറാഡൂണിലൊക്കെ ആയിരിക്കുമ്പോൾ വളരെയധികം അതിശൈത്യമാണ്. Appa, it is going to be cold in the winter. It is going to be hot in the sun. I mean, it is going to be there. Why are we so cranky? തണുപ്പ് കാലത്ത് ഭയങ്കര തണുപ്പും ചൂട് കാലത്ത് അതിഭയങ്കര ചൂടുമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത്? You cannot have 2 hours cold and 2 hours rain and 2 hours hot. 2 മണിക്കൂർ വെയിലും 2 മണിക്കൂർ തണുപ്പും 2 മണിക്കൂർ മഴയും എന്നുള്ളൊരു പദ്ധതിയില്ല. God is beautiful. God is wonderful. God is almighty. He does it things in his own way. ദൈവം വളരെ ബുദ്ധിമാനാണ്, അവന് വളരെ അറിവുള്ളവനാണ്, ദൈവത്തിലെ കാര്യങ്ങളെ കുറിച്ച് അറിയാം, ദൈവം വളരെ നന്നായി കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. And you see, I mean, I make fun of everything. ചില കാര്യങ്ങളെ കുറിച്ച് ഹാസ്യരൂപേണ പ്രിയ സഹോദരൻ പറയാറുണ്ട്. People have funny kind of communication. വളരെ രസകരമായിരിക്കുന്ന സംഭാഷണങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. You know, I'm a communicator, so I understand sometime and really find humor in everything. എല്ലാ കാര്യങ്ങളിലും ഹാസ്യം കണ്ടുപിടിക്കുവാനായിട്ട്, നർമ്മരസത്തിലെ ആ കാര്യങ്ങളെ സമീപിക്കുവാനായിട്ട് പ്രിയ സഹോദരൻ ശ്രമിക്കാറുണ്ട്. We Malayalis are, I mean, a step further. We Malayalis are a step further. എന്തെങ്കിലും പറയാൻ വേണ്ടി പറയണം. നമ്മുടെ മലയാളികൾ കുറച്ചുകൂടെ മുൻപോട്ടാണ് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം. I had an haircut and next day went to the office and one gentleman asked, "Oh sir, തലമുടി വെട്ടിയോ?" ഞാൻ തലമുടി വെട്ടിയതിനു ശേഷം ഓഫീസിലേക്ക് പോയപ്പോൾ ഒരാള് അവിടെ കണ്ട ഉടനെ ആദ്യം പറഞ്ഞത് തലമുടി വെട്ടിയോ എന്നുള്ളത്. I said no, just a kilometer before I had a cyclone and all my hair flew from my head. ഇല്ല ഞാൻ തലമുടി വെട്ടിയില്ല, ഇച്ചിരി മുമ്പ് ഞാൻ നടന്നു വരുമ്പോൾ ഒരു സൈക്ലോൺ ഉണ്ടായി, ഒരു കൊടുങ്കാറ്റുണ്ടായി, തലമുടി എല്ലാം പറന്നുപോയി എന്ന് പറഞ്ഞു. I mean, I had a haircut. You can understand a haircut. Why to ask? എനിക്ക് തലമുടി ഞാൻ വെട്ടി എന്നുള്ളത് മനസ്സിലാകുന്ന കാര്യമാണ്. അദ്ദേഹം എന്തിനാ അത് ചോദിക്കുന്നത്? 3 weeks back I was coming along with one of my friend. You know, we got down in our gate and we came running and it was pouring water. I mean, it was heavy rain. ഒരു അതിഭയങ്കരമായിരിക്കുന്ന ഒരു മഴയുടെ സമയത്ത് ഞാൻ എന്റെ വാതിൽ തുറന്ന് ഞാനിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. I mean, we were totally drenched. Me and my buddy, we both were totally wet when we entered the office. പ്രിയ സഹോദരനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. രണ്ടുപേരും മഴയിൽ അത്യധികമായിട്ട് നനഞ്ഞിരിക്കുക. And there stands one officer. He said, നനഞ്ഞു, മഴയാണോ? അവിടെ മുമ്പിൽ എന്റെ അധികാരി ഓഫീസർ നിപ്പുണ്ടായിരുന്നു. മഴയിൽ നനഞ്ഞോ എന്ന് ചോദിക്കുക. I said, no, I took the fish for evening walk. ഇല്ല, ഞാൻ എന്റെ സന്ധ്യ യാത്രയില് മീനിനെ നടക്കാൻ കൊണ്ടുപോയി. മീനിനെ നടക്കാൻ ഞാൻ കൊണ്ടുപോയി. I took the fish for evening. അല്ല, ഞാൻ നനഞ്ഞതിന് കാരണം ഞാൻ എന്റെ മീനിനെ നടക്കാൻ കൊണ്ടുപോയതാണ്. I mean, we find funny communication. Very funny communication. ഇങ്ങനെയുള്ള വളരെ രസകരമായിരിക്കുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. And we keep complaining. എന്നാലും നമ്മൾ എല്ലാത്തിലും പലപ്പോഴും നിരാശയോടെ പറയുന്നതാണ്. My beloved, പ്രിയപ്പെട്ടവരെ, there is no point of complaining. അങ്ങനെ നമുക്ക് പരാതി പറയുവാനായിട്ടൊന്നുമില്ല. Find humor, find fun, find joy in every little things what you do. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും ഒരു സന്തോഷം കണ്ടുപിടിക്കുവാനായിട്ട്, ആനന്ദം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. Don't think that God is going to give you the joy only when you see the heaven being opened and angels being worshipping the majesty of God. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ദൈവം എനിക്ക് തരുന്ന സന്തോഷം എന്ന് പറയുന്നത് ഈ സ്വർഗം തുറന്ന് അവിടെ ദൂതന്മാരൊക്കെയും ദൈവത്തെ ആരാധിക്കുന്ന രംഗം കാണുമ്പോൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. I mean, there is excitement which can come even when you take a bite of a chicken curry. ഒരു നല്ല ഒരു ചിക്കൻ കറി കഴിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതവും നമുക്കൊരു സന്തോഷം തോന്നും. Enjoy. അത് സന്തോഷിക്കുക. അതില് when you meet a brother, enjoy. അതില് നമുക്ക് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കാം. Enjoy that excitement is there because the Lord has given you that. ദൈവം നിങ്ങൾക്ക് അക്കാര്യം തന്നതില് നിങ്ങൾ അതില് സന്തോഷിക്കേണ്ടതാണ്. Bring that joy from inside. ഉള്ളിൽ നിന്നുള്ള സന്തോഷത്തെ കൊണ്ടുവരിക. My beloved, that can only be possible for believers in Christ. ക്രിസ്തുവില് വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. And when we are in this world, let me tell you, when we are going through so much of circumstances, we are here to rejoice in the Lord
as a decision maker so that in the days to come we can face any problem in our life. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു പോകുമ്പോൾ നാം സന്തോഷിക്കണമെന്നുള്ളത് ദൈവം നമ്മളോട് പറയുന്നതിന് കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെയും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം So എന്നുള്ളത്. that we can, for if you start rejoicing in small things, you will be able to rejoice in your troubles. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ, കൊച്ചു കാര്യങ്ങളിൽ നിങ്ങൾ ആനന്ദിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം വലിയ കാര്യങ്ങളിൽ സന്തോഷത്തിന്റെ അവസ്ഥയിൽ കടന്നു പോകുവാനായിട്ട് കഴിയും. Paul and Silas, they both were inside the dungeon of a prison. പൗലോസ് ഇതാ നമ്മൾ കാണുന്നത് ആ കാരാഗൃഹത്തിലെ ഇരുണ്ട അവസ്ഥയിലായിരിക്കുകയാണ്. You read Acts chapter 16 and verse 25. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. They took a decision to worship God when they were bound in chains in their hand and their feet. അവരുടെ കാലുകളിലും കൈകളിലും ഒക്കെ ചങ്ങലകളാൽ ബന്ധിച്ച് ഇരിക്കുന്ന സമയത്തും ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ അവര് തീരുമാനമെടുത്തു. They were not a great singers, worship leaders. അവർ വലിയൊരു ആരാധന നിയന്ത്രിക്കുന്നവരോ അല്ലെങ്കിൽ സന്തോഷം കൊടുക്കുന്നവരോ എന്നുള്ള നിലയിലല്ല അവരിത് ചെയ്യുന്നത്. They sang it from their heart. അവരുടെ ഉള്ളിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന സംഗീതമാണത്. They took a choice that we will be giving the worship to the Lord in this situation also. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള തീരുമാനം അവരെടുക്കുന്നതാണ്. That is what changed the entire face of the history at that point. അതുകൊണ്ടാണ് ചരിത്രത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന ചില തീരുമാനം എടുക്കുവാനായിട്ട് അവർക്ക് അവിടെ ഇടയായി. God could not sit silently. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശബ്ദനായിരിക്കുമെന്ന് വിചാരിക്കണ്ട. God brought the earthquake and both Silas and Paul came out of the prison. അവരെ രണ്ടുപേരെയും, പൗലോസിനെയും ശിലാസിനെയും ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. So when you rejoice in the Lord, God also sees you directly and starts intervening. യഹോവയിൽ നിങ്ങൾ ആനന്ദിക്കുമ്പോൾ, കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഇക്കാര്യത്തെ ദൈവം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. And that turns the history for his sake. ഇതാ ചരിത്രത്തെ, കാര്യങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് ദൈവത്തിന് അവിടെ ഇടം നൽകുകയാണ്. So lost, not but lost, rejoice by your choice, and third, strong for the power, for the flight. നോക്കാം, 3 കാര്യങ്ങളാണ് ഞാനിവിടെ വെച്ചത്. ഒന്ന്, നിങ്ങൾ Lost but not the lost. നമുക്ക് കാര്യങ്ങൾ നഷ്ടമാകും, എന്നാൽ ഞാൻ നഷ്ടപ്പെടുന്നില്ല. രണ്ടാമതായിട്ട് നമ്മൾ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്, യഹോവയിൽ ആനന്ദിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് strong on the flight. നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ യാത്രയിൽ നാം ഇതാ ശക്തിയോടെ നിൽക്കുക എന്നുള്ളതാണ്. What is the last verse says? Verse 18. 18-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? He will take me to the അതെ, ഹബക്കൂക്കിന്റെ 3:18 നമ്മൾ വായിക്കുന്നത്. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയായ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ നടക്കുമാറാക്കും. Where will God take you? എവിടെയാ ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത്? To the new heights. പുതിയ സ്ഥലങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്. He will take you to the new heights. ദൈവം നിങ്ങളെ പ്രത്യേകമായിരിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും. You know, when I was preparing this, I was asking Lord, imagine I am already in my situation, I am already blind, and you say that you are going to take me to the heights. ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താണ് എന്നെ ഉന്നതങ്ങളിലേക്ക് ഇനി ഞാൻ കൊണ്ടുപോകുന്നത് എന്ന്. It reminded me of a psalm from David. I think we'll read that. ദാവീദിന്റെ ആ സങ്കീർത്തനമാണ് എനിക്ക് അപ്പോഴും ഓർമ്മ വന്നത്. Psalms 18 and verse I think 34 and 35. സങ്കീർത്തനങ്ങൾ 18-ന്റെ 34, 35. അവൻ എന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു, നിന്റെ രക്ഷ എന്റെ പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എന്റെ നരിയാണികൾ വഴുതി പോയതുമില്ല. Okay, anyone in English please? English, I'll read. I have wounded them that they were not able to rise, they are fallen under my feet. 30? No. 33? Yeah. He maketh my feet like hinds feet and setteth me upon my high places. Correct. Okay, no. 35.
35, thou hast also given me the shield of thy salvation, and thy right hand has holden me up, and thy gentleness has made me great. Next verse. Next is, thou hast enlarged my steps under me, that my feet did not slip. Thou have. Enlarged my steps. It is not that, my feet is going to be more strong. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. അതിന്റെ അർത്ഥം എന്റെ കാലുകളെ വെക്കാൻ വേറെ സ്ഥലം തന്നു എന്നുള്ളതല്ല. It's not that, of course my legs will be strengthened. എന്റെ കാലുകളെ ശരിയാണ്, എന്റെ കാലുകൾക്ക് ദൈവം ബലം നൽകും. But more than that, he is going to widen the place where I'm going to put my feet. ഞാൻ കാലുകൾ വെക്കുന്ന സ്ഥലത്തെ ദൈവം അതിനെ വിശാലത വരുത്തി വലുതാക്കുമെന്നാണ്. Are you able to follow me? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? When you climb, I do not know how many of you go for trekking. Go for trekking, please. നിങ്ങൾ ആരെങ്കിലും കഴിവുള്ളവർക്ക് ട്രെക്കിങ്ങിനൊക്കെ പോകാം, മലകളിൽ പരിവേഷണം നടത്താനായിട്ട്. When you put a leg on a place, it should be a place where you at least that should hold your weight. നിങ്ങളുടെ കാലുകളെ വെക്കുമ്പോൾ, നിങ്ങൾ കടന്ന് മുകളിലോട്ട് പോകുമ്പോൾ കാലുകളെ വെക്കുന്ന ഇടം നിങ്ങളുടെ കാലുകളുടെ ബലത്തെ താങ്ങുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു സ്ഥലമായിരിക്കണം. If it is not strong enough, you will fall down. അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകൾ തെന്നി നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. But Psalm is saying, David is saying, when I put my feet, he is widening the place so that I can be more safe. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നിങ്ങളുടെ കാലടികളെ വെക്കുമ്പോൾ ആ കാലടികൾ വെക്കുന്ന സ്ഥലത്തെ വലുതാക്കി അവിടെ ബലമായ കാലുകളെ നിർപ്പിക്കുന്ന ദൈവമാണ്. That means he is making the path for me. എനിക്ക് പാതകളെ ഉണ്ടാക്കുന്ന ദൈവമാണ്. It is not my business to make the path. എന്റെ വഴികളെ ഞാൻ ഉണ്ടാക്കുകയല്ല. It is God who is making the path for me to reach to the heights. ദൈവം എനിക്ക് പാതകളെ ഒരുത്തി എന്നെ ഒഴുക്കി എന്നെ ഉന്നതമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. What a privilege, my beloved. എന്തോ വലിയൊരു അവകാശമാണ് നമുക്ക്. That he is not interested in us merely when we are in our successful moments, but also when we are in the weakest of weak moments. അത് നമ്മൾ വിജയിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളിലും തോറ്റ് തുന്നൻപാടി ഇരിക്കുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. He is ready to make the way for me to the new heights. പുതിയ സ്ഥലങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് നടന്നു കയറുവാൻ തക്കവണ്ണം ദൈവം വഴികളെ ഉണ്ടാക്കുകയാണ്. Because എന്തുകൊണ്ട്? I made a choice that I will rejoice in him. ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുമെന്നുള്ള തീരുമാനം ഞാൻ എടുത്തതുകൊണ്ടാണ്. This is what he is expecting you and me to be. അതാണ് ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. When Jesus Christ was praying a prayer, we remember during the worship. നമ്മൾ ആരാധന വേളയിൽ നാം ചിന്തിച്ചതാണ് കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. Why, O God, my God, why have you forsaken me? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? He had no one on the cross. അവിടെ ക്രൂശിൽ വേറെ ആരുമില്ല. There was no one. ആരും. My beloved, പ്രിയപ്പെട്ടവരെ, just few weeks back he was feeding 5,000 people. ചില ആഴ്ചകൾക്ക് മുമ്പ് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ്. There were thousands of people, they were healed. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജനങ്ങൾ blind, lame, deaf, dumb, they all were healed. അന്ധർ, കുരുടർ എല്ലാം അവിടെ സുഖമാകുക. There were ladies who were healed. സൗഖ്യമാക്കപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു. You know what, when he comes before those in the court of chief priest, when they say crucify him, my heart, അവിടെ ക്രൂശിക്ക എന്ന് പറഞ്ഞുകൊണ്ട് മഹാപുരോഹിതന്റെ അരമനയിലെ സ്ഥലത്ത് അവിടെ കൂടി വരുമ്പോൾ there is no one, ഒരാൾ പോലും, there is no one who says don't crucify, he healed me. എന്നെ സൗഖ്യമാക്കിയത് നീയാണ് എന്ന് അവിടെ പറയുവാനില്ലായിരുന്നു. There is no one. ആരുമില്ല. He lost everyone whom he had served. അവൻ സൗഖ്യമാക്കി അവൻ സഹായിച്ച ഒരൊറ്റ ആൾ പോലും അവനില്ലായിരുന്നു. His disciples, his most precious disciples, they abandoned him. അവൻ ഏറ്റവും അധികം സ്നേഹിച്ച വിലയേറിയതായി കരുതപ്പെട്ടതായിരിക്കുന്ന ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. And I was just thinking, ഞാൻ ആലോചിക്കുകയായിരുന്നു, we have a road shows
during this election times. You know, our politicians, they stand on the truck or bus or whatever, and the whole procession goes. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ നമ്മൾ റോഡിൽ കൂടി കടന്നു പോകുന്ന ഘോഷയാത്രകൾ, തെരഞ്ഞെടുപ്പ് റാലികൾ നമ്മൾ കാണാറുണ്ട്. അതിലെ ഇലക്ഷൻ നിൽക്കുന്ന ആൾ അതിൽ നിന്നിട്ട് കൂടെ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് പോകും. You know, there was a procession 2000 years before. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇതേപോലൊരു പ്രൊസഷൻ, ഘോഷയാത്ര ഉണ്ടായിരുന്നു. The soldiers were stripping him, a naked body. അവനെ ഉപദ്രവിച്ച് അടിച്ച് അവനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര. They were taking him from the roads of the Jerusalem all the way to the mountain top of Calvary. കാൽവറിയിലെ മലകളിലേക്ക് ഇവിടെ യെരുശലേമിൽ നിന്നുള്ള ആ തെരുവീതിയിൽ കൂടി അവിടെ കൊണ്ടുപോവുകയാണ്. One soldier was hitting from that side, another soldier was hitting from this side, and Lord was bearing all the whips on his body, my beloved. അവന്റെ ശരീരത്തിൽ ആ ഭാരമെല്ലാം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ പടയാളികൾ അവനെ ഉപദ്രവിച്ചുകൊണ്ട് മുൻപിൽ നിന്നും പുറകിൽ നിന്നും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. People were throwing, there were so many hundreds of people following him. ആ നൂറുകണക്കിന് ആൾക്കാർ അവന്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. All of them have heard about Jesus and served by Jesus Christ at one or other point. ഓരോ സമയങ്ങളിലായിട്ട് കർത്താവിന്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ പോഷണം ലഭിച്ചവരായിരിക്കുന്ന വ്യക്തികളാണ്. Not a single one who came and held him, Lord, don't hit him. എന്നാൽ ആരെങ്കിലും ഒരു വ്യക്തി അവിടെ കടന്നു വന്ന് യേശുവിനെ കെട്ടിപ്പിടിച്ചിട്ടില്ല, അവനെ ഉപദ്രവിക്കരുതെന്ന് അവരോട് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. They did not even embrace him, say, don't spit at him. അവന്റെ മുഖത്ത് തുപ്പരുതെന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുവാനായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? It seems he's lost everything, right? എല്ലാം അവന് നഷ്ടമായി പോയ ഒരു രംഗം. And there comes on the cross of Calvary, ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ even Father takes his face away from him. അവിടെ പിതാവും അവനെ കൈവിട്ടു. But we read in Hebrews chapter 12 verse 2. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Hebrews chapter 12 verse 2. 2-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ. There was something bigger going on in his heart. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലതുഭാഗത്തിരിക്കുകയും. He was able to see the joy which is going to be in the heaven when he reaches back. തിരിച്ചു വരുമ്പോൾ അവന്റെ മുമ്പിൽ വെക്കുന്നതായിരിക്കുന്ന ആ സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി. That is the joy he was looking. അവൻ നോക്കുന്നതായിരിക്കുന്ന അവന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ടായിരുന്നു. There is going to be father who is going to welcome his son. Well done, you have done your job. ആ പിതാവുടെ അവനെ എതിരേൽക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. നന്നായി മകനെ, നീ എല്ലാ കാര്യങ്ങളും തികച്ചും വൃത്തിയായി ചെയ്തു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുക. Even the graves could not hold him for 3 days. ആ ദിവസങ്ങളിൽ അവനെ വേറെ ഒരു കാര്യങ്ങളും അവനെ താങ്ങുവാനായിട്ട് grave could not അവന് പാതാളം അവനെ അല്ലെങ്കിൽ അവനെ അടക്കിയ ഇടത്തിന് അവനെ കൺട്രോൾ ചെയ്യുവാൻ, നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് കഴിഞ്ഞില്ല. Death could not catch him. അവർക്ക് അവനെ പിടിച്ചു വെക്കുവാനായിട്ട് കഴിഞ്ഞില്ല. He rose again and he is alive and he is there to receive the worship. അവൻ ഉയർത്തെഴുന്നേറ്റ് അവിടെ മഹത്വത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ സ്വീകരിക്കുവാൻ പിതാവുമുണ്ട്. God took him to the highest. ദൈവം അവനെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയി. God, because of his obedience, that's what Paul writes in the book of Philippi, he's been exalted above all. സകലത്തിന് മേലായ നാമം നൽകി എന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുവാൻ തക്കവണ്ണം അവന് ഉന്നതനായി തീർന്നു. My beloved, this is a author and champion we are here to follow. അതെ, നമ്മുടെ പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന സന്തോഷം നൽകുന്നവനായിരിക്കുന്ന ദൈവത്തിന് മുമ്പിലാണ്. I may lose everything. ഒരു പക്ഷേ എനിക്ക് സകലവും നഷ്ടമായി എന്ന് വരാം. I may lose my relationship. എന്റെ സ്വന്തം ബന്ധങ്ങളൊക്കെ നഷ്ടമായി എന്ന് വരാം. I may lose in my studies. എന്റെ പഠനത്തിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് വരാം. I may lose in my academics. എന്റെ പഠനകാര്യത്തിലുള്ള ബന്ധത്തിലൊക്കെ സകലവും നഷ്ടമായി എന്ന് വരാം. I may lose my job, my financial status, my reputation, everything. എന്റെ മാനം, മഹിമകള്, എന്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പലതും എനിക്ക് നഷ്ടമായി എന്ന് വരാം. But you are not lost in Christ. എന്നാൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നഷ്ടമായി പോകുന്നില്ല. Why? എന്തുകൊണ്ട്?
He is sufficient. അവൻ മതിയായവനാണ്. He is sufficient, my beloved, to take you through. എന്നെ നടത്തിക്കൊണ്ടുപോകുവാൻ ശക്തനാണ്, മതിയായവനാണ് അവൻ. Can we openly confess this fact? ഈ കാര്യത്തെ നമുക്ക് പൂർണ്ണ സമ്മതത്തോടെ നമുക്ക് സമ്മതിക്കുവാൻ കഴിയുമോ? I request Herman to take 858, song number 858. 858 പാട്ടെടുക്കുക. En Yeshu Allah. En Yeshu അല്ല. Herman will lead it, and I request Satyan uncle to close with prayer. സത്യരാജ് ബ്രദർ പ്രാർത്ഥനയോടെ ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Can we all stand? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. Can we just say, yes Lord, you alone? നീ മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം. Can we say from the deep of heart, even though I go through any situation, Lord, I will not leave you. അതെ കർത്താവേ, ഞാൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ കടന്നു പോയാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ വിടുകയില്ല. നീയാണ്. You are alone is my treasure. ഒരുപക്ഷെ ഞാൻ You are alone my treasure. നീ മാത്രമാണ് എൻ്റെ സമ്പത്ത്. When I am sick, ഞാൻ രോഗമായിരുന്നപ്പോൾ Christ, you are my healer. നീ എൻ്റെ സമീപത്തുണ്ടായിരുന്നു. When I am down, ഞാൻ താഴ്ന്ന അവസ്ഥയിലേക്ക് മാനസികമായി നടന്നപ്പോൾ Christ, you will come and embrace me. ക്രിസ്തു എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. When people call me names, failures, duffer, dumb, എന്നെ വിഡ്ഢിയെന്നും എന്നെ പേരൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമ്പോഴൊക്കെയും കർത്താവ്, Christ, you still love me. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നു. Yes, Christ. അതെ കർത്താവ്. Let's open our heart and close our eyes and sing the song and commit our life before the Lord and say, Lord, you alone. അതെ, നീ മാത്രം മതി എന്ന് നമുക്ക് ഒരു സമർപ്പണം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ടെടുക്കാം.